കണിക്കൊന്ന എന്ന സ്വർണപ്പൂക്കൾ. ജനുവരി മുതൽ ഏപ്രിൽ വരെ നമ്മുടെ വീടുകളുടെ മുന്നിലും വഴിയോരങ്ങളിലും നാട്ടിൻ പുറങ്ങളിലൊക്കെയും സ്വർണ്ണ തിളക്കത്തോടെ പൂത്തുലഞ്ഞു നിൽക്കുന്ന കൊന്നപ്പൂക്കൾ ഒരു നിമിഷം കണ്ടാൽ മതി, മനസ്സിൽ ഒരു പ്രത്യേക സന്തോഷവും ആനന്ദവുമാണ്. ഇത് വാക്കുകൾ കൊണ്ട് പറയാൻ വയ്യ, അത്രമാത്രം ഭംഗിയാണ് കൊന്നപ്പൂക്കൾ കാണാൻ. കവികളും സാഹിത്യകാരന്മാരും പാട്ടെഴുത്തുകാരും സിനിമാ പ്രവർത്തകരും എത്രയോ പേർ ഈ പൂവിനെ പാടി പുകഴ്ത്തിയിട്ടുണ്ട്. വിഷുദിനത്തിൽ ഒരു മലയാളി പോലും മറക്കാത്ത ഒരു പൂവുണ്ട്. അത് കണിക്കൊന്നയാണ്. ഏറെ മഹാത്മ്യവും ഒട്ടേറെ പ്രാധാന്യവും അതിലേറെ പുരാണ കഥകളുടെ പിൻബലവും കൊന്നപ്പൂവിനുണ്ട്. ഈ കൊന്നപ്പൂവിന്റെ പിന്നിലെ കഥ നിങ്ങൾ ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടോ? കഥ കേൾക്കാനും ചരിത്രം അറിയാനുമുള്ള മനുഷ്യരുടെ താല്പര്യം ഒരിക്കലും കുറയുന്നില്ല. നമ്മൾ കേൾക്കുന്ന കഥകൾക്കെല്ലാം ചരിത്ര സാക്ഷ്യങ്ങൾ ഉണ്ടാകണമെന്നില്ല. പക്ഷേ ചില കഥകൾ നമ്മുടെ മനസ്സിൽ എന്നും മായാതെ നിൽക്കും. അത്തരമൊരു കഥയാണ് കൊന്നപ്പൂവിൻ്റേത്. ഈ പൂവ് എങ്ങനെ കൊന്നപ്പൂവായി എന്നും എങ്ങനെ നമ്മുടെ വിഷുക്കണി ദിനത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തതായെന്നും അറിയാൻ താല്പര്യമില്ലേ? കേൾക്കാം നമുക്ക് ആ ചരിത്രം. ത്രേതായുഗത്തിൽ ശ്രീരാമസ്വാമി സീതയെ തേടി കാടുകളിൽ അലഞ്ഞു നടന്ന കാലം. ഒരു മരത്തിന്റെ പിന്നിൽ മറഞ്ഞു നിന്ന് ഒളിയം പെയ്താണ് വലിയ യോദ്ധാവായ ബാലിയെ വധിച്ചത് എന്ന ഒരു കഥയുണ്ട്. അന്നു മുതൽ ആ മരം കാണുന്നവരെല്ലാം ബാലിയെ കൊന്ന മരം എന്നറിയപ്പെട്ടു. കാലം കഴിഞ്ഞപ്പോൾ അത് ചുരുങ്ങി കൊന്നമരമായി. പാവം ആ വൃക്ഷത്തിന് കൊന്നമരം എന്ന് കേട്ട് ഏറെ സങ്കടമായി. ഒരു തെറ്റും ചെയ്യാത്ത എനിക്ക് ഇങ്ങനെയൊരു അപവാദം കേൾക്കേണ്ടി വന്നല്ലോ. ഇതിൽ മനം നൊന്ത മരം ശ്രീരാമസ്വാമിയെ തന്നെ സ്മരിച്ചു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. മരം സങ്കടത്തോടെ ചോദിച്ചു, ഭഗവാനെ, എൻ്റെ പിന്നിൽ മറഞ്ഞു നിന്നാണ് അങ്ങ് ബാലിയെ വധിച്ചത്. എന്നാൽ എന്നെ എല്ലാവരും കൊന്ന മരം എന്നാണ് എന്നെ വിളിക്കുന്നത്. എനിക്ക് ഈ പഴി താങ്ങുവാൻ വയ്യ. അങ്ങ് തന്നെ ഇതിന് പരിഹാരം കണ്ടെത്തണം. ഭഗവാൻ പറഞ്ഞു, പൂർവജന്മത്തിൽ നീ ഒരു മഹാത്മാവിനെ തെറ്റിദ്ധാരണ മൂലം ചെയ്യാത്ത കുറ്റം ആരോപിച്ചു. പിന്നീട് സത്യം മനസ്സിലാക്കി ക്ഷമാപണം ചെയ്തെങ്കിലും ആ കർമ്മഫലം അനുഭവിക്കുക തന്നെ വേണം. ഈ പേര് നിന്നെ വിട്ടൊരിക്കലും പോകില്ല. എന്നാൽ എന്നോടൊപ്പം നിന്ന ബന്ധം കൊണ്ടും നിനക്കും നിന്റെ വർഗത്തിൽപ്പെട്ടവർക്കും എന്നും സൗഭാഗ്യം ലഭിക്കും. സദാ ഈശ്വര സ്മരണയോടെ ഇരിക്കുക. അതൊരു ശാപമായിട്ടോ ഉപദേശമായിട്ടോ കാണാം. അന്നു മുതൽ മലയാളികൾ വിഷുക്കണിയൊരുക്കുമ്പോൾ ഉണ്ണിക്കണ്ണനോടൊപ്പം കണിയൊരുക്കാൻ കൊന്നപ്പൂ ഒഴിച്ചുകൂടാത്തതായി മാറി. അങ്ങനെ നമ്മൾ കൊന്നപ്പൂക്കളെ ഏറെ സ്നേഹിച്ചു. ഇത് കൊന്നപ്പൂവിന് ലഭിച്ച സൗഭാഗ്യമാണ്, അല്ലെങ്കിൽ ശാപമോക്ഷമാണ്. കൊന്നപ്പൂവിന് ലഭിച്ച സൗഭാഗ്യം ഓരോരുത്തർക്കും ലഭിക്കട്ടെ, ഓരോ കുടുംബത്തിലും ലഭിക്കട്ടെ. എത്ര നല്ല കഥ! ഇങ്ങനെ പൂക്കൾക്കുമുണ്ട് കഥ. ഇനിയും ഒരു അത്ഭുതം ബാക്കിയുണ്ട്, അത് കേൾക്കണ്ടേ? പറയാം. രാമദേവന്റെ വാക്കുകൾ ശിരസാ വഹിച്ചുകൊണ്ട് കൊന്നമരം ഈശ്വര ചിന്തയോടെ കഴിഞ്ഞു. കാലം മാറി, കലികാലം വന്നു. ഉണ്ണിക്കണ്ണൻ ഭക്തന്മാരോടൊപ്പം ലീലകളിൽ മുഴുകിയ കാലം. കണ്ണനെ തൻ്റെ കളിക്കൂട്ടുകാരനായി കണ്ട ഒരു ഉണ്ണിയുണ്ടായിരുന്നു. ആ ബാലൻ വിളിച്ചാൽ കണ്ണൻ കൂടെ ചെല്ലും. തൊടിയിലും പാടത്തുമെല്ലാം രണ്ടുപേരും കളിക്കും. ആ കുഞ്ഞ് അതേപ്പറ്റി മറ്റുള്ളവരോട് പറയുമ്പോൾ ആരും അത് വിശ്വസിച്ചിരുന്നില്ല. ഒരു ദിവസം അതിമനോഹരമായ ഒരു സ്വർണമാല ഒരു ഭക്തൻ ഭഗവാന് സമർപ്പിച്ചു. ആ സ്വർണമാലയും ഇട്ടുകൊണ്ടാണ് കണ്ണൻ തൻ്റെ കൂട്ടുകാരനെ കാണാൻ വന്നത്. കണ്ണന്റെ മാല കണ്ടപ്പോൾ എല്ലാവർക്കും തോന്നുന്നത് പോലെ ആ ബാലനൊരാഗ്രഹം. എത്ര നല്ല മാല! ആ ബാലനെ അതൊന്ന് അണിയാൻ മോഹം തോന്നി. ഇത് മനസ്സിലാക്കിയ കണ്ണൻ ഒട്ടും അമാന്തിച്ചില്ല. കണ്ണൻ ആ മാല ചങ്ങാതിക്ക് ഒരു സ്നേഹ സമ്മാനമായി നൽകി. അന്നത്തെ കാലത്ത് ആരും വിശ്വസിക്കാത്ത കഥ.
വൈകിട്ട് ശ്രീകോവിൽ തുറന്നപ്പോൾ മാല കാണാനില്ല. എന്തൊരതിശയം! എല്ലാവരും 4 ഭാഗവും ഓടി അന്വേഷണമായി. ആ സമയം കുഞ്ഞിന്റെ കയ്യിൽ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണം കണ്ട മാതാപിതാക്കൾ അവനെ ചോദ്യം ചെയ്തു. എന്നാൽ അവൻ പറഞ്ഞതൊന്നും ആരും വിശ്വസിച്ചില്ല. രക്ഷിതാക്കൾ അവനെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് വന്നു. ഈ മാല കണ്ണൻ സമ്മാനിച്ചതാണ് എന്ന് എല്ലാവരോടും പറഞ്ഞു. പക്ഷെ ആര് കേൾക്കാൻ? ആരും അത് വിശ്വസിച്ചതുമില്ല. കുട്ടി മോഷ്ടിച്ചതാണ് എന്ന് എല്ലാവരും വിശ്വസിച്ചു. മാല കട്ട ഈ കുട്ടിക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകണമെന്നായി തീരുമാനം. അവനെ ശിക്ഷിക്കാൻ ഒരുങ്ങി. പേടിച്ച കുഞ്ഞ് തന്റെ കഴുത്തിൽ നിന്ന് മാല ഊരിയെടുത്ത് കണ്ണ കണ്ണ എന്ന് നീട്ടി വിളിച്ച്, നീ സത്യത്തിൽ എന്റെ ചങ്ങാതിയാണെങ്കിൽ എന്നെ ഈ ശിക്ഷയിൽ നിന്നും രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഇത് നീ എനിക്ക് തന്ന സ്നേഹ സമ്മാനമാണെന്ന് എല്ലാവരോടും പറയണം. ഈ മാലയും വേണ്ട എന്ന് കരഞ്ഞുകൊണ്ട് ആ മാല പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ മാല ചെന്ന് വീണത് ഒരു കൊന്ന മരത്തിലാണ്. അത്ഭുതമെന്ന് പറയട്ടെ, നിമിഷ നേരം കൊണ്ട് ആ മരം മുഴുവനും സ്വർണ്ണ പൂക്കൾ നിറഞ്ഞു. എന്തൊരതിശയം! ആ സമയത്ത് ശ്രീകോവിലിൽ നിന്നും ഒരു അശരീരി കേട്ടു. ഇത് എന്റെ ഭക്തന് ഞാൻ നൽകിയ സമ്മാനമാണ്. ഈ പൂക്കളാൽ അലങ്കരിച്ച് എന്നെ കണി കാണുന്നവർക്കെല്ലാം എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും. മാത്രമല്ല, ഈ പൂക്കൾ കണി കാണുന്നവർക്ക് ദുഷ്കീർത്തി കേൾക്കേണ്ടതായി വരില്ല. എല്ലാവരുടെയും മുഖത്ത് അതിശയം. ആ ബാലനെ എല്ലാവരും ചേർത്ത് പിടിച്ചു. അന്നു മുതലാണത്രേ കൊന്നമരം ഇത്ര മനോഹരമായി പൂത്തുലഞ്ഞു തുടങ്ങിയത്. അങ്ങനെ കണ്ണന്റെ അനുഗ്രഹത്താൽ കണിക്കൊന്ന എല്ലാ മനസ്സുകളിലും പവിത്രമായ സ്ഥാനം പിടിച്ചു. വിഷുദിനത്തിൽ കൊന്നപ്പൂവില്ലാതെ കണിയൊരുക്കാതായി. ഈ കഥയിൽ യാഥാർത്ഥ്യമോ വിശ്വാസമോ സത്യസന്ധതയോ ഒന്നും ആരും ഇന്നേ വരെ തേടിയിട്ടുണ്ടാവില്ല. എന്നാൽ നമ്മൾ അറിയാൻ തുടങ്ങിയ കാലം മുതൽ കൊന്നപ്പൂവിന് പവിത്രമായ സ്ഥാനം നമ്മൾ നൽകി വരുന്നുണ്ട്. പൂക്കട്ടെ ഇനിയും കൊന്നമരങ്ങൾ നാടെങ്ങും. ഐശ്വര്യം നിറയട്ടെ ഓരോ വീട്ടിലും. ഈ കഥയൊന്നും അറിയില്ലെങ്കിലും നിറയെ പൂത്ത കണിക്കൊന്ന എല്ലാവരിലും ആനന്ദം പകരുന്നു. എത്ര കണ്ടാലും മതിവരാത്ത കണിക്കൊന്ന. പൂക്കട്ടെ ഇനിയും പൂക്കട്ടെ ഐശ്വര്യത്തിന്റെ സ്വർണ്ണ പൂക്കൾ. എല്ലാ വർഷവും ഭഗവാന്റെ അനുഗ്രഹം ഓർക്കുമ്പോൾ കൊന്നമരം അറിയാതെ പൂത്തുലഞ്ഞു പോകുന്നു. ഇതുപോലെ ഇതും ഒരു കഥ. ഈ കഥയെ മനുഷ്യന്റെ വിശ്വാസവുമായി കൂട്ടിയോജിപ്പിക്കുമ്പോൾ എന്തൊരാനന്ദം, എന്തൊരൈശ്വര്യം. അന്നു മുതൽ മലയാളികൾ വിഷുക്കണി ഒരുക്കുമ്പോൾ ഉണ്ണിക്കണ്ണനോടൊപ്പം കണിയൊരുക്കാൻ കൊന്നപ്പൂവിന്റെ മാഹാത്മ്യം ഒഴിച്ചുകൂടാത്തതായി മാറി. ഓരോ മനസ്സിലും എത്തി കണിക്കൊന്ന, ഓരോ വീട്ടിലും എത്തി കണിക്കൊന്ന. വിഷു എത്താറായി. എല്ലാവരും കണിക്കൊന്ന തേടി പുറപ്പെട്ടു. ഭഗവാന്റെ മാല, കണിക്കൊന്ന എന്ന സ്വർണ്ണ പൂക്കളുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. വിഷുക്കാലം